നമസ്കാരം. രാജ്യസഭയിലെ മുതിർന്ന കോൺഗ്രസ് എംപി അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിൽ നിന്നും നോട്ടുകെട്ടുകൾ ലഭിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. സുരക്ഷാ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരും രാജ്യസഭാ സെക്രട്ടേറിയറ്റും മുതിർന്ന എംപിമാർ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. നോട്ടുകെട്ടുകൾ എങ്ങനെ എത്തിയെന്ന് അറിയുന്നതിനായി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നു. 50,000 രൂപ കയ്യിൽ കരുതുന്നത് അസ്വാഭാവികമോ സംശയാസ്പദമോ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. BJP എംപിമാരടക്കം അത്രയും തുക പാർലമെന്റിൽ കൊണ്ടുവരാറുണ്ട് എന്നാണ് ജയറാം രമേശ് പറയുന്നത്. എന്റെ സഹപ്രവർത്തകൻ മനു അഭിഷേക് സിംഗ്വിയുടെ പേരിലാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. വീട് പരിശോധിച്ച് 6 മണിക്ക് ശേഷം എവിടെ നിന്നാണ് അത് വന്നത്, അക്കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തത വരുമെന്നും അദ്ദേഹം പറയുന്നു. ഞങ്ങൾ അന്വേഷണത്തിൽ നിന്നും ഒളിച്ചോടാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വേണമെങ്കിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി തന്നെ അന്വേഷിക്കട്ടെ. ഇത് സർക്കാരിന്റെ ഗൂഢാലോചനയാണ്. BJP നേതാക്കളോടടക്കം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം കയ്യിലുണ്ടായിരുന്നത് 50,000 രൂപ എന്നാണ് എന്നെ കാണിച്ചു തന്നു. ഒരാളുടെ പോക്കറ്റിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ അതിൽ അതിശയിക്കാൻ തക്കതൊന്നുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഇത്രയും ഭീമമായ തുക താൻ പാർലമെന്റിലേക്ക് കൊണ്ടുപോകാറില്ലെന്നും മനോജ് സിംഗ് പറയുന്നുണ്ട്. 50,000 രൂപ കണ്ടെത്തിയെന്ന ആരോപണവും സിംഗ്വി നിഷേധിക്കുന്നുണ്ട്. താൻ വെറും 500 രൂപ മാത്രമാണ് സഭയിലേക്ക് കൊണ്ടുപോകുന്ന വ്യക്തിയാണെന്ന്, കണ്ടെത്തിയ പണത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും അദ്ദേഹം പറയുന്നു. രാജ്യസഭയിലേക്ക് ഞാൻ വെറും 500 രൂപ മാത്രമാണ് കൊണ്ടുപോയത്. ഇത് ഞാൻ ആദ്യമായാണ് കേൾക്കുന്നത്. 12:57 ഞാൻ രാജ്യസഭയിൽ എത്തിയത്. സഭ 1 മണിക്ക് പിരിഞ്ഞു. 1:30 വരെ ഞാൻ ക്യാൻറ്റീനിൽ ഇരിക്കുകയായിരുന്നെന്നും അന്വേഷണം നടക്കട്ടെ എന്നാണ് സിംഗ് പറയുന്നത്.